കേരളത്തിൽ നിന്ന് ജയിച്ച് MP ആയിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ താൻ പെടുമെന്ന് സുരേഷ് ഗോപിക്കറിയാം. മോദിയോട് ആവശ്യങ്ങൾ ഉന്നയിക്കാനുള്ള ധൈര്യം താരത്തിനുണ്ടോ എന്ന് തന്നെ സംശയമാണ്. എന്നാൽ പിന്നെ കിറ്റ് കൊടുത്ത് കാര്യങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ ആക്കാമെന്നാണ് നടൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് സൗജന്യ പൊങ്കാല കിറ്റ് വിതരണം ചെയ്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി. ഇന്നലെ രാവിലെ യാത്രക്കിടയിൽ സമരവേദിയിൽ സുരേഷ് ഗോപി എത്തിയിരുന്നു. അവിടെ വെച്ചാണ് പൊങ്കാല കിറ്റ് എത്തിക്കാമെന്ന് അദ്ദേഹം ആശാപ്രവർത്തകർക്ക് വാക്കു നൽകിയത്. ഈ വാഗ്ദാനമാണ് മന്ത്രി പാലിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ തന്നെ പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 100ഓളം പേർക്കുള്ള അരി, ശർക്കര, വാഴക്കുല, തേങ്ങ എന്നിവ സമരവേദിയിൽ എത്തിച്ചു നൽകുകയായിരുന്നു. ആശമാരുടെ സമരത്തിൽ തുടക്കം മുതൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ് സുരേഷ് ഗോപി. അതിന്റെ ഭാഗമായാണ് ഏറ്റവും ഒടുവിൽ ഇന്നത്തെ പൊങ്കാല ചടങ്ങിൽ പങ്കെടുക്കാൻ ആശമാർക്ക് സൗജന്യമായ കിറ്റ് വിതരണവും അദ്ദേഹം നടത്തിയത്. വർഷങ്ങളായി തുടരുന്ന സാമൂഹിക പ്രവർത്തനം തന്നെയാണ് ആശമാരുടെ കാര്യത്തിലും താൻ ചെയ്യുന്നതെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. കേന്ദ്രമന്ത്രിയായ ശേഷം പാർട്ടിയുടെ പിന്തുണയും തനിക്കൊപ്പമുണ്ട്. സമരത്തിൽ സംസ്ഥാന സർക്കാരിനെയോ മറ്റാരെയുമോ കുറ്റപ്പെടുത്താനില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സമരം ഉടൻ ഒത്തുതീർപ്പാക്കാൻ പണം കായ്ക്കുന്ന മരമൊന്നും ആരുടെയും കയ്യിലില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമെടുക്കും. രാഷ്ട്രീയ കലർപ്പില്ലാതെ ചെയ്യാൻ കഴിയുന്നത് മാത്രം ഞാൻ ചെയ്യുന്നു. ആശമാർക്ക് അനുകൂലമായ രീതിയിൽ നല്ലത് സംഭവിക്കട്ടെ എന്ന നിലപാടാണ് തനിക്കുള്ളതെന്ന് പറഞ്ഞ സുരേഷ് ഗോപി അതിന്റെ ഫലസൂചനകൾ കണ്ടു തുടങ്ങിയതായും എടുത്തു പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനും തമ്മിലെ കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് സുരേഷ് ഗോപി മറുപടി നൽകി. അതിനെക്കുറിച്ച് എന്നോട് ഒന്നും ചോദിക്കരുത്, എന്റെ വഴി വേറെയാണെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ഇന്നലെ രാവിലെ ആറ്റുകാൽ ക്ഷേത്ര ദർശനത്തിനായി എത്തിയതായിരുന്നു സുരേഷ് ഗോപി. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുന്നോടിയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ക്ഷേത്ര സന്ദർശനം. അതിനിടെ ആറ്റുകാൽ പൊങ്കാല ദിനത്തിൽ സെക്രട്ടേറിയറ്റിലെ സമരപ്പന്തലിൽ സമരക്കാർ പൊങ്കാലയിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായല്ലെന്നും വിശ്വാസികളായ നിരവധി പേർ സമരക്കാർക്കിടയിലുണ്ടെന്നും അതിനാലാണ് പൊങ്കാല ഇടുന്നതെന്നുമാണ് സമരസമിതി വ്യക്തമാക്കിയത്. ആശമാരുടെ ദുരിതം പരിഹരിക്കാനും സമരം വിജയിക്കാനുമാണ് ഇക്കുറി പൊങ്കാല ഇടുന്നതെന്നും സമരക്കാർ പറഞ്ഞിരുന്നു. അതേസമയം ആശാവർക്കർമാരുടെ സമരത്തെ അടിച്ചമർത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ ജനങ്ങൾ ആശാവർക്കർമാർക്കൊപ്പമാണെന്നും സുരേഷ് ഗോപി ആശാവർക്കർമാർക്ക് മുത്തം കൊടുത്താലും തെറ്റില്ല എന്നും കേരള ജനത ഒറ്റക്കെട്ടായാണ് ആശാവർക്കർമാർക്ക് മുത്തം കൊടുക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. സുരേഷ് ഗോപി എല്ലാവർക്കും കൂടെ കൊടുക്കുന്നു, ഇനി ഒരു ഉമ്മ കൂടി കൊടുത്തോ എന്നറിയില്ലെന്ന CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിന്റെ പരാമർശത്തിന് മറുപടിയായിട്ടാണ് K. സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞത്. അതേസമയം ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾക്കുപരി സംസ്ഥാന സർക്കാരിനെതിരായ ഒരു രാഷ്ട്രീയ സമരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത്. LDF സർക്കാർ തന്നെയാണ് വീണ്ടും 1000 രൂപ വർധന നൽകിയത്. അങ്ങനെയാണ് ഇൻസെന്റീവിന്റെ കേന്ദ്ര സംസ്ഥാന വിഹിതം കൂടി ചേർത്താൽ കേരളത്തിലെ ആശാവർക്കർമാർക്ക് ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന തുകയായ 13,500 രൂപ വരെ ലഭിക്കുന്ന സ്ഥിതിയുണ്ടായത്. കേന്ദ്ര വിവേചനം അവസാനിപ്പിക്കുമെങ്കിൽ ആശമാരുടെ ഹോണറേറിയവും പാവപ്പെട്ടവരുടെ ആനുകൂല്യങ്ങളും ഇനിയും വർദ്ധിപ്പിക്കും. പണമുണ്ടെങ്കിൽ അതിന് യാതൊരു മടിയുമില്ലാത്തവരാണ് ഇടതുപക്ഷമെന്നും ഐസക് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു.